എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന ചൊല്ല് അനർത്ഥമാക്കുമാറ് എല്ലാ കണ്ണുകളും റോമിലേക്ക് വത്തിക്കാനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അവസരമാണ്. മെയ് മാസം 7-ാം തീയതി പുതിയ പാപ്പായെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുക. കത്തോലിക്ക സഭയിലെ 267-ാമത്തെ പാപ്പ, ആഗോള കത്തോലിക്ക സഭയിലെ മുഴുവൻ വിശ്വാസികളുടെയും ആത്മീയ നേതാവ്, റോമിലെ ബിഷപ്പ്, വത്തിക്കാൻ എന്ന കൊച്ചു രാഷ്ട്രത്തിന്റെ തലവൻ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ലോകത്തിന് മുഴുവൻ ആകാംക്ഷയാണ്. ലോകത്തിലെ എല്ലാ ജനതകളും നേതാക്കന്മാരും വളരെ കൗതുകത്തോടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ, പേപ്പൽ കോൺക്ലേവിനെ വീക്ഷിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പായുടെ മതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈ റോമിലെത്തിയ മാധ്യമ പ്രവർത്തകരെല്ലാം ഇവിടെ തന്നെ തങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺക്ലേവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വേണ്ടി അവർ പരക്കമ്പായി നമ്മൾ കാണുന്നു. കോൺക്ലേവിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ ഒരു ചിമ്മിനി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിലൂടെയാണ് കറുത്തയും വെളുത്തതുമായ പുക, അത് പോപ്പിന്റെ തിരഞ്ഞെടുപ്പ് വിജയകരമായോ നടന്നില്ലയോ എന്ന് അറിയിക്കുന്ന ഒരു അടയാളമായിട്ട് പുറത്തു വരിക. കോൺക്ലേവ് നടപടികൾ മെയ് മാസം 7-ാം തീയതി ആരംഭിക്കുന്നത് പ്രഭാതത്തിലെ കർദിനാൾമാർ ഒരുമിച്ചുള്ള വിശുദ്ധ ബലിയോടനുബന്ധിച്ചാണ്. അതിനെ തുടർന്ന് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർ കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണമായി എത്തുകയും അവിടെ വെച്ച് അവർക്ക് ചെറിയൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ റിക്കളക്ഷൻ, ചെറിയ ധ്യാനം പോലെ ഒരുക്കമായിട്ട് നടത്തുന്ന ഒരു കാര്യമുണ്ട്. അതിനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു വൈദികനോ മെത്രാനോ ഉണ്ടാകും അവരോടൊപ്പം. അതിനുശേഷം വോട്ടവകാശം ഇല്ലാത്ത എല്ലാവരും കോൺക്ലേവ് ഹാളിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള ഒരു നിർദ്ദേശം ഇതിന് നേതൃത്വം വഹിക്കുന്ന കർദിനാള് നൽകും. അതിനെ തുടർന്ന് കോൺക്ലേവിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. പിന്നീട് വോട്ടെടുപ്പിന്റെ നടപടികളാണ്. ആദ്യത്തെ ദിവസം ഉച്ച കഴിഞ്ഞാണ് ആദ്യത്തെ വോട്ടെടുപ്പ്. പിന്നീടുള്ള ദിവസങ്ങളിൽ രാവിലെ 2-ഉം ഉച്ച കഴിഞ്ഞ് 2-ഉം വോട്ടെടുപ്പ് നടക്കും. സാധാരണ കോൺക്ലേവിന്റെ നടപടിയെക്കുറിച്ച് നിങ്ങൾ പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ കേട്ടിട്ടുണ്ടാവും. 3/2 ഭൂരിപക്ഷം ലഭിക്കത്തക്ക രീതിയിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നവരെയാണ് ഈ ബാലറ്റ് പേപ്പറുകൾ നൽകപ്പെടുക, വോട്ടെടുപ്പ് ചെയ്യുക. എന്നാൽ ഇത് അധിക ദിവസങ്ങൾ ദീർഘിക്കുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെയൊക്കെ ഇത് വലിയ വടംവലികളിലൂടെ കടന്നുപോയ സംഭവമായതുകൊണ്ട് ഇതിന് ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. 2 വർഷം വരെ ദീർഘിച്ച കോൺക്ലേവുകളെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ പുതിയ നിയമ നടപടികളിലൂടെ ഇതിന്റെ ദൈർഘ്യം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ പിന്നീട് നടക്കുന്ന വോട്ടെടുപ്പ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയവർക്ക് നൽകത്തക്ക രീതിയിലുള്ള ക്രമീകരണം വരുത്തുന്നതാണ്. ആദ്യത്തെ 3 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ ഒരാളെ കേവല ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് 1 ദിവസം കൂടി പ്രാർത്ഥനയ്ക്കായിട്ട് അവർ മാറ്റിവെക്കും എന്നുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ആരാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള വലിയൊരു കൗതുകം, വലിയൊരു ആകാംക്ഷ, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ അതൊരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ചിഹ്നം കൂടിയാണ് പുതിയ പാപ്പ. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള, ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു സംവിധാനമായി പേപ്പസി മാറിയിട്ടുള്ള കാലത്തിൽ, ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ പിതാവിന്റെ ഈ തെരഞ്ഞെടുപ്പ്, ഈ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആരായിരിക്കും ഈ കോൺക്ലേവിൽ പാപ്പായായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക? നമ്മുടെയും ഒരു ആകാംക്ഷയാണ്. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ നിയമത്തിൽ പറയുന്നത് ഏത് കത്തോലിക്കനും പുരുഷനായിരുന്നാൽ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെ അർഹതയുണ്ട്. അതിന് ഇനി ആൾക്ക് മാത്രമേ എന്ന് നിർബന്ധമില്ല. എങ്കിലും നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാം അതൊരു കർദിനാൾ സംഘത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വോട്ട് ചെയ്യുന്ന സംഘത്തിൽ ഒരംഗമായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒരാളായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഏറ്റവും അധികം കർദിനാളന്മാർ പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവാണിത്. കാരണം 120 അംഗങ്ങൾക്കാണ് സാധാരണ കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത്. എന്നാൽ ഇത്തവണ അതിലധികം അംഗങ്ങൾ പങ്കെടുക്കുന്നു. അങ്ങനെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കോൺക്ലേവിലേക്ക് സഭ അധികാരികൾ പ്രവേശിക്കുകയാണ്. ആരാണ് പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നത്? കർദിനാൾ സംഘത്തിലെ അംഗങ്ങൾക്കാണ് മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. എന്നാൽ 80 വയസ്സിന് താഴെ പ്രായമുള്ള കർദിനാൾമാർക്ക് മാത്രമാണ് കോൺക്ലേവിൽ വോട്ടവകാശം. ഇപ്പോൾ നിലവിലുള്ള 252 കർദിനാളന്മാരിൽ 135 പേർക്കാണ് നിലവിൽ വോട്ടവകാശമുള്ളത്. അതിൽ ഇത്തവണത്തെ കോൺക്ലേവിൽ 133 പേർ
പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുക. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർ തീർച്ചയായിട്ടും വിവിധ ദേശങ്ങളിലെ, രാജ്യങ്ങളിലെ, സംസ്കാരങ്ങളുടെ ഒക്കെ പ്രതിനിധിയായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുക. എങ്കിലും 135 കർദിനാളന്മാരിൽ 53 പേർ യൂറോപ്പിൽ നിന്നുള്ളവരാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. എങ്കിലും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ആ വീക്ഷണമനുസരിച്ച് ലോകത്തെ എല്ലാ ജനതകളെയും പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയുള്ള കർദിനാളന്മാരാണ് ഇതിൽ പങ്കുകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അത് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന പ്രചോദനമനുസരിച്ച് ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. വിശ്വാസത്തിൽ കരുത്തുള്ള, ആത്മീയ കാര്യങ്ങളിൽ സഭയെ നയിക്കാൻ പ്രാപ്തനായ, എളിമയോടും വിശ്വസ്തയോടും കൂടി സഭാ പഠനങ്ങളോട് ചേർന്ന് നിന്ന് പുതിയ കാലഘട്ടത്തെ നേരിടാൻ തയ്യാറുള്ള, കെൽപ്പുള്ള ഒരു പാപ്പായെ ദൈവം നമുക്ക് തരും. പ്രത്യേകിച്ചും പാപ്പായുടെ ഒരു ടൈറ്റിൽ ആദിമകാലം മുതൽ ഉപയോഗിക്കുന്ന സെർവോസ് സെർവോരും എന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ ദാസൻ, അപ്രകാരമുള്ള ഒരു മാർപ്പാപ്പ നമുക്ക് ലഭിക്കട്ടെ. ലത്തീൻ ഭാഷയിലാണ് കോൺക്ലേവിന്റെ നടപടികളൊക്കെ നടത്തുക. അതാണ് സഭയുടെ ഔദ്യോഗിക ഭാഷ. വളരെ രഹസ്യാത്മകമായി നടത്തുന്ന ഈ കോൺക്ലേവിൽ പുറത്തുനിന്ന് ആർക്കും ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കില്ല. പങ്കെടുക്കുന്നവർക്ക് പുറമേക്ക് സന്ദേശങ്ങൾ നൽകാനുള്ള സാധ്യതകളും ഉണ്ടായിരിക്കില്ല. അപ്രകാരം ഈ ഇലക്ഷനിൽ പുതിയൊരു പാപ്പായെ തിരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന്റെ സമ്മതം ചോദിക്കുന്ന ഒരു കർമ്മമുണ്ട്. താൻ ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിച്ചാൽ അദ്ദേഹത്തെ പാപ്പായായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. കർദിനാൾമാർ അദ്ദേഹത്തെ ഉപചാരം ചെയ്ത് അഭിനന്ദിച്ച് ഈ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്ന ഈ സംഘത്തിന്റെ തലവൻ ലോകത്തോട് വിളിച്ചു പറയും, ഹബേമുസ് പാപ്പാം, നമുക്കൊരു പാപ്പായെ ലഭിച്ചിരിക്കുന്നു. ക്രിസ്റ്റ്യൻ ചാപ്പലിന്റെ മുകളിലെ പോക്കളിലൂടെ വെളുത്തു പുക മുകളിലേക്ക് ഉയരുമ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തിരി സന്തോഷത്തോടെ, ആർപ്പുവിളികളോടെ വിളിച്ചു പറയുന്നത് തന്നെയാണ് ഹബേമുസ് പാപ്പാം. അതെ, സഭയുടെ തലവനായി, ക്രിസ്തുവിന്റെ വികാരിയായി പുതിയ പാപ്പ ലോകത്തിന് ദീപസ്തംഭമായി കടന്നു വരുമ്പോൾ നമുക്കും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം, നമുക്കൊരു നല്ല പാപ്പായെ ലഭിക്കാൻ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വർഷിക്കുന്ന ക്രിസ്തുവിന്റെ പുതിയ വികാരിയെ